എവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്താലും എവിടെയെങ്കിലും സ്വാമിയുടെ ഒരു ഇൻഡിക്കേഷൻ, അത് ഇന്ത്യക്കകത്താലും ഇന്ത്യക്ക് പുറത്തു പോയാലും. ഈ അടുത്ത് ഞങ്ങളിങ്ങനെ തവാങ് അരുണാചൽ പ്രദേശ് പോയപ്പോഴും ഇതുപോലെ ഒന്നാമത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോണ സ്ഥലങ്ങളാണ്, ഭയങ്കര കൈ കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സെലാപാസിൽ പോകുന്ന വഴി ഭയങ്കര വീതി കുറഞ്ഞ വഴിയാണ്. വീതി കുറഞ്ഞ വഴിയാണെന്ന് മാത്രമല്ല ഫുൾ ഫോഗാണ്, ഫുള്ളിങ്ങനെ ഫുൾ മിസ്റ്റ് വന്നങ്ങ്. ഏകദേശം അതിൻ്റെ ഒരു അവിടെ സെലാപാസ് എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പായപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി റോഡ് മൊത്തം മിസ്റ്റ് വന്നിട്ട് റോഡ് കാണാൻ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അല്ല, എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഞങ്ങളൊക്കെ തൊട്ട് ബാക്കിൽ ഇരിക്കുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആൾ പേടിച്ചു പോയി. ബിക്കോസ് ഭയങ്കര കൊക്കയാണ് അത്. അപ്പോൾ ഈ ഡ്രൈവർ ഇസ് ഓൾസോ പിന്നെ ഗൗഹാട്ടിയിൽ നിന്ന് വിളിച്ച ഡ്രൈവർ, അയാൾ ഈസ് നോട്ട് ഫെമിലി അവിടെ. അപ്പോൾ ഞങ്ങൾ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഞങ്ങൾ സംസാരങ്ങളൊക്കെ നിന്ന് പേടി തുടങ്ങി, എല്ലാവർക്കും പേടിയായി. മറ്റവനിങ്ങനെ വളരെ പേടിച്ച് വിഷമിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു വെച്ചാൽ ഒരു 3-4 ഫീറ്റ് പോലും വിസിബിലിറ്റി ഇല്ല. കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് ഒരു ഹസാർഡ് ഇട്ട് ഒരു കാർ ഇങ്ങനെ പോകുന്നു. ഒരാൾ വരുന്നു, അയാൾ എങ്ങനെ ഫ്രണ്ടിൽ കയറിയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് 2 സൈഡ് ഞങ്ങൾക്ക് കാണാൻ വയ്യ ഇത് എങ്ങനെ. അപ്പോൾ അയാൾ എങ്ങനെ കണ്ടു എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ. അയാൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കയറി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അയാളുടെ പുറകെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ പുറകെ പോയിച്ചാൽ അയാൾ കുറച്ച് എക്സ്പീരിയൻസ്, അയാൾ പുറകെ തന്നെ ഇവൻ വളരെ കഷ്ടിച്ച് കൊണ്ടുപോയി. സത്യത്തിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെലാപാസിൽ എത്തി. സെലാപാസിൽ എത്തിയപ്പോഴും ഒന്നും കാണാൻ വയ്യ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റൊക്കെ പോയി, എല്ലാം ക്ലിയർ ആയി.